വീണ ജോർജ് ചൈനയിലേക്ക്. ഏറ്റവും എക്സ്ക്ലൂസീവായിട്ടുള്ള വാർത്തയാണ്. അതായത് ഇന്നലെ നമ്മുടെ ചാണ്ടി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ അടകിടക്കുകയാണ്. യഥാർത്ഥത്തിൽ അത് വാസവന്റെ മണ്ഡലത്തിലാണ് ഇരിക്കുന്നത്, ആർപ്പൂക്കര പഞ്ചായത്തിൽ. അതുകൊണ്ട് ഒരു കാരണവശാലും ചാണ്ടി ഉമ്മൻ അവിടെ പോകേണ്ട കാര്യമില്ല. മാത്രമല്ല നമ്മുടെ തിരുവഞ്ചൂരിൻ്റെ മണ്ഡലം കൂടെ കടന്നിട്ട് വേണം പോകാൻ. എന്നാലും അദ്ദേഹം കോട്ടയത്തിനെ നന്നാക്കിയിട്ട് മെഡിക്കൽ കോളേജിനെ നന്നാക്കിയിട്ടേ അടങ്ങുള്ളൂ. അദ്ദേഹമാണ് ആദ്യമായി അവിടെ പോയി ബഹളം ഉണ്ടാക്കിയത്. അതേ 5 ലക്ഷം രൂപ ബിന്ദുവിൻ്റെ വീട്ടിൽ, മരിച്ചുപോയ ബിന്ദുവിൻ്റെ വീട്ടിൽ കൊടുക്കുന്നു, വീട് വെച്ച് കൊടുക്കാമെന്ന് പറയുന്നു. അദ്ദേഹം ഇപ്പോൾ ഇന്നലെ അദ്ദേഹം ഹോസ്റ്റൽ കാണാൻ പോയി. അവിടുത്തെ ഹോസ്റ്റൽ കാണാൻ പോയി, മിണ്ടാതെ പോയി. ഉമ്മൻചാണ്ടി ശൈലിയാണ്, മിണ്ടാതെ. ആ നടത്തേക്ക് അങ്ങനെ തന്നെയാണ്. പോയി കാണുന്നു, അവിടെ പൊളിഞ്ഞു വീണെന്ന് കാണുന്നു, അവിടുത്തെ പുറത്തുള്ള കാട് കാണുന്നു, ആളുകളോട് സംസാരിക്കുന്നു. വളരെ വലിയ തോതിൽ അദ്ദേഹം ദത്തെടുത്തിരിക്കുകയാണ്. പക്ഷെ ഞാനിത് പറയാൻ കാരണം, ഈ ചൈനയിലേക്ക് വീണ പോയിരിക്കുന്ന കാരണം വേറൊരു സംഭവം കൂടെ ഉണ്ട്. അത് മാതൃഭൂമിയുടെ നിങ്ങൾ ഓൺലൈൻ പത്രത്തിൽ കയറിയാൽ കിട്ടും. അതിൻ്റെ വീഡിയോ അടക്കി വിട്ടിട്ടുണ്ട്. അതായത് സലോണി ചൗധരി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിനി ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പോടുകൂടി, അങ്ങനെയുണ്ട്, വിവിധ രാജ്യങ്ങളിലേക്ക്, നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ട്, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പോടെ വന്ന് ഫ്രീ ആയിട്ട് പഠിക്കാം. അങ്ങനെ ചൈനയുടെ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പിനോട് കൂടി പഠിക്കാൻ വേണ്ടി ഇന്ത്യയിലെ സലോണി ചൗധരി എന്ന് പറയുന്നത്, എനിക്ക് വന്ന് മിക്കവാറും നോർത്ത് ഇന്ത്യയിലുള്ള ആളായിരിക്കും. സലോണി ചൗധരി അവിടെ പോയി, ഈ ചൈനയിൽ പോയി. അവിടെ ഷെൻജനിയിലെ അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റിയിൽ, ആ കുട്ടിയുടെ യൂണിവേഴ്സിറ്റിയിലേക്കുള്ളത് ഡോർമിലേക്കുള്ള ഒരു ടൂറാണെന്നാണ് ആ കുട്ടി പറഞ്ഞിരിക്കുന്നത്. വളരെ മനോഹരമായൊരു വീഡിയോ ആ കുട്ടി എവിടെ വെച്ചിട്ടുണ്ട്, യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് ആ കുട്ടിയുടെ നല്ല രസമാണത്. സൂപ്പർ ക്യൂട്ടായ റൂമുകൾ. എവിടെ? ഹോസ്റ്റലാണേ, ലേഡീസ് ഹോസ്റ്റലാണേ. 4 പേർക്ക് കിടക്കാൻ പറ്റുന്ന ബെഡുകൾ, ഒരു ബെഡല്ല, 4 പേർക്ക് അടുത്തടുത്തുള്ള ബെഡുകൾ, ഡോർമെറ്ററികൾ, എല്ലാവർക്കും വാഷിംഗ് മെഷീൻ, അതുപോലെ തന്നെ നല്ല AC, വളരെ നല്ല ക്യാൻറ്റീൻ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അനുയോജ്യം. അവർ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ തന്നെ സൂപ്പർ ക്യൂട്ട്, സുഖപ്രദം, വിദ്യാർത്ഥികൾക്കും അനുയോജ്യം. 17ാം നിലയിലാണ് അവരുടെ മുറി. ആലോചിച്ച് നോക്കണം, ഡോർമെറ്ററി 17ാം നിലയിലാണ്. നമുക്കിവിടെ 1 നില, 2 നില, 3 നിലയായി നമുക്ക് വരും. 17. അപ്പോൾ എന്തൊരു ലിഫ്റ്റ് സംവിധാനമായിരിക്കും, എത്ര മനോഹരമായിട്ടുള്ള സംവിധാനമായിരിക്കും അവിടെ ചെയ്തിരിക്കുന്നത്. എന്തായാലും അത് കാണാൻ ഒന്ന് ചൈന വരെ പോകണം. ചൈനയിലാകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, പെട്ടെന്ന് പോകാൻ പറ്റും. നിങ്ങൾ നേരത്തെ ക്യൂബയിൽ പോയതാണ് വീണ, തീർച്ചയായിട്ടും വാസവനെ കൂടെ വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ സജി ചെറിയാനെ വിളിക്കാം, അല്ലെങ്കിൽ അമേരിക്കയിൽ നിൽക്കുന്ന നമ്മുടെ പിണറായി വിജയനോട് ചൈന വഴി വരാൻ പറയാം. ദുബായ് വഴി എന്തിനാ വരുന്നത്, ചൈന വഴി വരാൻ പറയാം. എന്ത് വേണോ ചെയ്യാം. എന്തായാലും ചൈനയിലെ ഈ ഷെൻജൻ യൂണിവേഴ്സിറ്റിയിലെ മനോഹരമായ കാഴ്ച നമ്മുടെ സലോണി ചൗധരി ഇന്ത്യൻ മാധ്യമങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. ലോകമാകെ അത് യൂട്യൂബ് ആയതുകൊണ്ട് എല്ലാവർക്കും കാണാൻ പറ്റും. വളരെ മനോഹരമായൊരു വീഡിയോ ആണ്. നമ്മുടെ ഹോസ്റ്റലുകൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് മസാല പോലെ കിടക്കുന്ന ഹോസ്റ്റലുകൾ, പിന്നെ സീലിംഗ് പൊളിഞ്ഞു കിടക്കുന്നു, ചുവര് പൊളിഞ്ഞു കിടക്കുന്നു, പെയിന്റ് അടിച്ചാലും നനവ് വരുന്നു, പുറത്താണെങ്കിൽ പാമ്പ് എപ്പോഴാണ് വിളയാടുന്നതെന്ന് കഴിയാത്ത രീതിയിൽ കാട് വളരുന്നു. വലിയ തോതിലാണ് മോശം. അപ്പോഴും നമ്മുടെ സൂപ്രണ്ട് സാറും പ്രിൻസിപ്പാളും ഒക്കെ വന്ന് ന്യായീകരിച്ച് തള്ളി മറിക്കും. ഞങ്ങൾ പറഞ്ഞിട്ടാണ് മന്ത്രി അങ്ങനെ പറഞ്ഞത്, അപ്പം മന്ത്രിക്ക് ഉത്തരവാദിത്വമില്ല. ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടോ? അതുമില്ല. കാര്യം ഞങ്ങൾ പ്രശസ്തരാണെന്നുള്ള, ഡോക്ടർമാരാണെന്നുള്ള ക്യാപ്സൂളുകൾ വേറെ രൂപത്തിൽ ട്രോൾ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ തെറ്റില്ല. തെറ്റ് ചെയ്തത് ആരാന്നറിയാവോ? ഈ ഹോസ്പിറ്റലിനെ വിശ്വസിച്ച് വന്ന, ഈ ആശുപത്രിയെ വിശ്വസിച്ച് വന്ന കുറേ ബിന്ദുവിനെ പോലുള്ള പാവങ്ങൾ, എന്നെ പോലെയുള്ള, ഞാനൊക്കെ മെഡിക്കൽ കോളേജുകളിലും അതുപോലത്തെ സാധാരണ ഹോസ്പിറ്റലിലൊക്കെ പോയി ചികിത്സിക്കുന്ന ആളാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. അപ്പോൾ എന്നെ പോലെയുള്ള പാവങ്ങളാണ് ഈ കുഴപ്പം എല്ലാം. എന്തിനാ അങ്ങോട്ട് പോകുന്നത്? ഇടിഞ്ഞു പൊളിഞ്ഞ മുറിയിൽ കയറി എന്തിനാ കുളിച്ചത്? എന്തിനാ അവിടെ പോയി അഡ്മിറ്റ് ചെയ്യാൻ പോയത്? ഈ നാട്ടിൽ ഒരുപാട് സ്വകാര്യ ആശുപത്രി ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ മന്ത്രിമാരും മുഖ്യമന്ത്രി എല്ലാവരും സ്വകാര്യ ആശുപത്രിയിലല്ലേ പോകണം, പിന്നെ നിങ്ങൾ മാത്രം എന്തിനാ അങ്ങോട്ട് പോകുന്നത്? വളരെ നല്ല ചോദ്യമല്ലേ. എന്തായാലും ചൈനയിൽ നിന്ന് വന്നിട്ട് വീണ ജോർജ് അത്യാധുനിക രീതിയിലുള്ള പ്രൊഫഷണലായിട്ടുള്ള എന്ത് പണിയുമായിരിക്കും, ഹോസ്റ്റലുകൾ കൊടുക്കുമായിരിക്കും. പിള്ളേരുടെ വസന്തകാലം.